ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടുമെന്ന് പറയുന്ന പോലെ അവൻ ചെല്ലുന്നിടത്ത് ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഇനി പറഞ്ഞില്ല അവൻ ചെല്ലുന്നിടത്തുനിന്ന് ബാക്കി അല്ല ഒരു കാര്യമേ ഇത് ആരെ പറ്റിയാ പറഞ്ഞ നീ ഇപ്പൊ പറഞ്ഞു ഇന്റർവ്യൂകളിലൂടെയും ഇവന്റുകളിലൂടെയും നമ്മളെ ത്രസിപ്പിക്കുന്ന ദ വൺ ആൻഡ് ഓൺലി ധ്യാൻ ശ്രീനിവാസനും ഇവൻ അതായത് ബസ് സ്റ്റാൻഡിൽ മൈലെണ്ണ വിൽക്കാൻ വെച്ചേക്കുവെന്ന് നാട്ടുകാർ വിചാരിക്കുള്ളൂ. ഇത് നിങ്ങളുടെ മുട്ടുവേദന നിങ്ങളെ ത്രസിപ്പിക്കാനായിട്ട് കാട്ടിലെ മയിലിനെ പിടിച്ച് ആ മയിലാണോ ഞാൻ നീ ആക്കിയതല്ലോ അല്ലേ ഞാൻ ചെയ്യോ ഇതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റുപോയെന്നാണോ? ഇതേപോലെ ഇവിടെ ഒരു ഇൻട്രോ എടുത്ത് ടിവിയിലുണ്ട്, സിനിമയിലുണ്ട്, യൂട്യൂബിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്. ഇതൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. ഇവനെ ബൂസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞ ആരെങ്കിലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ടെന്നാണ് പറയണ്ടേ? അതൊന്ന് കൂട്ടി പറഞ്ഞ അരികയിലുണ്ട് അരികെ ഫേമസ് ആയി ഇത്രയും ക്രൗഡ് പുള്ളറായ ധ്യാൻ ശ്രീനിവാസ്. കാരണം ഇവര് പോകുന്ന സ്ഥലത്ത് അധികം ജനക്കൂട്ടം മാർക്കറ്റ് ഇടിഞ്ഞു. ഞാനുള്ള സമയത്ത് ജനക്കൂട്ടം വരാറില്ലേ? വരാറുണ്ട്. അത് സത്യമല്ലേ? എന്റെ കേസില് ജനക്കൂട്ടം വരുമെങ്കിൽ ഇവൻ റിലീസ് ദിവസം തിയേറ്ററിന് വാദിക്കാൻ നിൽക്കാത്ത എന്തുകൊണ്ടാ? അവര് എന്റെ ഡിജിറ്റൽ ഫാൻസ് ആണ്. ധ്യാൻ ശ്രീനിവാസനും കുറച്ച് കൂട്ടുകാരെന്ന് അതാ സങ്കടം. ധ്യാൻ ശ്രീനിവാസനും കൂട്ടുകാരും. അത് എനിക്ക് ഒരു സങ്കടം ഇപ്പോടാ. നിന്നെ അക്ഷയ സെന്ററിൽ കൊണ്ടുവന്നേക്കുന്നതാണ്. എന്തൊരു ഒന്നും മിണ്ടാമോ നീ എന്തിനും ഞങ്ങൾ ആവശ്യത്തിന് ഇവൻ ഏതാണ്ട് നമ്മളൊക്കെ കൂടെ ആധാർ പുതുക്കാൻ ഇവന്റെ അടുത്ത് വന്നതാണ് എന്റെ വിചാരം. എന്തായാലും ഇവിടെ അരമണിക്കൂറായാലും ചർച്ച തുടങ്ങിയത് താനാണല്ലോ പ്രൊമോഷന്റെ ബനിയനെ കിട്ടുന്നത്. നീണ്ട 986 ദിവസങ്ങൾക്ക് ശേഷമാണ് ധ്യാൻ ചേട്ടൻ എഴുതിയൊരു സിനിമ തിയേറ്ററിൽ. നീ എന്തൊരു വിശ്വസിച്ചല്ലേ എന്നെ കുറിച്ച്? പൊതുവെ റിലീസ് ദിവസമൊക്കെ എത്തുമ്പോഴത്തേക്കും എടാ ഞാൻ പലതും അറിയാറ് റിലീസ് കഴിഞ്ഞിട്ട് എന്നെ റിലീസായിരുന്നു. ഓക്കെ, ധ്യാൻ ശ്രീനിവാസനെ പരിചയപ്പെട്ടതിന് ശേഷം ജീവിതത്തിൽ ഉണ്ടായ ഒരു പ്രധാന മാറ്റം ചെറുപ്പം തൊട്ട് വളരെ അലസനും മർദ്ദത്തിനും മയക്കുമരുന്നിനും അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടത്. വാ മാത്രം ഒരു മുട്ടുവേദന അത് പമ്പ കിടന്നു. അവന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കാൻ അവനെ നാറ്റിക്കുന്ന രീതിയിൽ എന്നെ നാറ്റിക്കരുത്. എടാ മണ്ട മിണ്ടാതിരുന്നോ നീ മിണ്ടാതിരുന്നോ? നീ കാരണം ഇതൊക്കെ ഞാൻ കേൾക്കേണ്ടി വരുന്നു. ഹായ് ഹലോ വിബേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. പഴകുന്തോറും വീഞ്ഞിന്റെ വീര്യം കൂടുമെന്ന് പറയുന്ന പോലെ, ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടുമെന്ന് പറയുന്ന പോലെ, മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അവൻ ചെല്ലുന്നിടത്ത് ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഇനി പറഞ്ഞില്ല അവൻ ചെല്ലുന്നിടത്തുനിന്ന് ബാക്കി അല്ല ഒരു കാര്യമേ ഇത് ആരെ പറ്റിയാ പറഞ്ഞ നീ ഇപ്പൊ പറഞ്ഞ ഇനിയും പറയണോ വേണ്ടോ പറയാം. ഓക്കെ, സാധാരണ കൂട്ടമുള്ളിടത്തേക്ക് അവൻ ചെല്ലാറില്ല, അവൻ ചെല്ലുന്നിടത്താണ് കൂട്ടം. അതാണ് ധ്യാൻ ശ്രീനിവാസൻ. മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വാല്യൂബിൾ ആയ ഓരോ സിനിമകളിലൂടെയും ഇന്റർവ്യൂകളിലൂടെയും ഇവന്റുകളിലൂടെയും നമ്മളെ ത്രസിപ്പിക്കുന്ന ദ വൺ ആൻഡ് ഓൺലി ധ്യാൻ ശ്രീനിവാസനും അദ്ദേഹത്തിന്റെ കുറച്ച് സുഹൃത്തുക്കളുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഫാൻ ബോയ് മൊമെന്റ് ആണ് ശരിക്കും. വെൽക്കം രമേശ് പിഷാരടി, അജു വർഗീസ് ആൻഡ് എബിൻ ബിനോ. സോ 4 പേർക്കും വെൽക്കം. പൊളിച്ചവൻ ഇവൻ അതായത് ബസ് സ്റ്റാൻഡിൽ മൈലെണ്ണ വിൽക്കാൻ വെച്ചേക്കുവെന്ന് നാട്ടുകാർ വിചാരിക്കുള്ളൂ. ഇത് നിങ്ങളുടെ മുട്ടുവേദന നിങ്ങളെ ത്രസിപ്പിക്കാനായിട്ട് കാട്ടിലെ മയിലിനെ പിടിഞ്ഞ് നമ്മളെയൊക്കെ ചേർത്ത് ആ ലെവലായിരുന്നു അവന്റെ ഇന്റർവ്യൂ. പക്ഷെ നീ ഉണ്ടല്ലോ അല്ല അത് വിട്, നീ എഴുതി കൊടുത്തതുണ്ടല്ലോ എന്തൊക്കെയാടി. ഇവന്റെ അടുത്തേക്ക് ആരും പോകുന്നില്ല, ഇവൻ നിൽക്കുന്നിടത്തേക്ക് ജനക്കൂട്ടം വരുന്നു. നീ ഈ ലോകത്തുള്ള എല്ലാ നീ എന്നെ ആക്കിയതല്ലോ അല്ലേ? ഞാൻ ചെയ്യോ? നീ സത്യം പറ, നീ എന്നെ ആക്കി കളിയാക്കിയ പോലെ എനിക്ക് ഇപ്പൊ പറയാൻ എല്ലാ പ്രാവശ്യം എഴുതി തന്നാണോ? അല്ല എല്ലാ പ്രാവശ്യവും ധ്യാൻ ചേട്ടൻ ഇന്റർവ്യൂ ഓരോ തവണ എനിക്ക് ഇന്റർവ്യൂ തരുമ്പോഴും ഈ ഇന്റർവ്യൂവിന്റെ ഒരു പകുതി എത്തുമ്പോ ഒരു ബ്രേക്ക് എടുത്തിട്ട് നീ മറ്റേതും കൂടെ പറയണം. ഇതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റുപോയെന്നാണോ? ആ സാധനം ഇട്ട് മ്യൂസിക് ഇട്ട് ബാക്കി പോവാം. പറയുന്ന ആളുടെ നെഞ്ചിൽ ഈശ്വര എന്നുള്ള വിളിയായിരുന്നു. അതല്ല സംശയം അറിയാമോ, നീ ആരെ പറ്റിയ പറയുന്നത് അവസാനം വരെ ഞങ്ങൾക്ക് മനസ്സിലായില്ല. അതെല്ലാം ഞാൻ ക്യാച്ച് ചെയ്തു, ഞാനായിരിക്കുന്നു. ഞാൻ ക്യാച്ച് ചെയ്തു. കാരണം ഇവര് പോകുന്ന സ്ഥലത്ത് അധികം ജനക്കൂട്ടം
രമേശേട്ടാ കേൾക്കേണ്ടത്. അല്ല പക്ഷെ നീ പറഞ്ഞ ഒരു കാര്യം ഇത് നടക്കുന്ന ഈ വീഡിയോസ് പബ്ലിസിറ്റി ആയതോടുകൂടി നമ്മുടെ കാര്യത്തിൽ മാർക്കറ്റ് ഇടിഞ്ഞു. ചേട്ടനൊന്നും പറയുന്നത്. അല്ല പിന്നെ ഒരു കാര്യം ഇതിനകത്ത് നീ പറഞ്ഞതില് ഞാൻ ശ്രീനിവാസനും കുറച്ച് കൂട്ടുകാരെന്ന് എനിക്ക് അതാ സങ്കടം. ഞാൻ ശ്രീനിവാസനും കൂട്ടുകാരും. അത് എനിക്ക് ഒരു സങ്കടം ഇപ്പോടാ. അപ്പൊ എന്ത് മാത്രം വിഷമായിട്ടുണ്ടാവും രണ്ടാക്കും. ഇവർക്ക് യാതൊരു ഈ സമകാലിക സിനിമയിൽ യാതൊരു പ്രസക്തി ഇല്ലാത്ത രണ്ടാൾക്കാരായി കഴിഞ്ഞില്ലേ നീ. അതെനിക്ക് ആലോചിച്ചിട്ടാണ് നീ അത് ചെയ്തത്. എടാ നമ്മുടെ ഐഡന്റിറ്റി സിനിമയിൽ എന്താണെന്നറിയോ? ധ്യാൻ ശ്രീനിവാസന്റെ കൂട്ടുകാരൻ. നമ്മൾ അതാണ് സിനിമയില് നമ്മുടെ ഐഡന്റിറ്റി. ചേട്ടന്റെ ഭയങ്കര ഫാനല്ലേ? ഈ രണ്ട് വാക്കില് രണ്ട് അവസരമുണ്ട്. ഇതേപോലെ ഇൻട്രോ ഇവിടെ ഒരു ഇൻട്രോ എടുത്ത് പറ. ത്രസിപ്പിക്കണം. ചെറുപ്പത്തിലെ ഒരാളോട് എന്താവണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാം നമുക്ക് രമേശ് പിഷാരടിയെ പോലെ ആവണമെന്ന്. കാരണം അദ്ദേഹം എല്ലായിടത്തും ഉണ്ട്. ടി വിയിലുണ്ട്, സിനിമയിലുണ്ട്, യൂട്യൂബിലുണ്ട്, ഇൻസ്റ്റഗ്രാമിലുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. എനിക്ക് ഭയങ്കര ഇതൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. ഇവന്റെ കാര്യത്തിൽ ഞാൻ ടി വിയിലുണ്ട്. 10-25 കൊല്ലമായിട്ട് ഈ പണി എടുക്കണില്ലേ? അല്ല ഞാനത് എനിക്ക് ഇവന്റെ കേസിൽ നീ ചെയ്ത പോലെ ഒരു മിനിറ്റ്. എന്റെ കേസിൽ എന്താ ഞാനുള്ള സമയത്ത് ജനക്കൂട്ടം വരാറില്ലേ? അത് സത്യമല്ലേ? എന്റെ കേസില് അങ്ങനെ ഇവനുള്ളത് ജനക്കൂട്ടം വരുമെങ്കിൽ ഇവൻ റിലീസ് ദിവസം തിയേറ്ററിന് വാദിക്കാൻ നിൽക്കാത്ത എന്തുകൊണ്ടാ? അവര് എന്റെ ഡിജിറ്റൽ ഫാൻസ് ആണ്. ഇവനെ ബൂസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. ആരെങ്കിലും എടാ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ടെന്നാണ് പറയണ്ടത്. ഞാൻ 3000 TV എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. നീ പറയുമ്പം രമേശേട് എല്ലായിടത്തും ഉണ്ട്. അദ്ദേഹം ടിവിയിലുണ്ട്, ഇതിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടെന്ന്. അതൊന്ന് കൂട്ടി പറഞ്ഞ. അല്ല ഞാൻ ഭയങ്കര ഫാനാ. ഇത് ഇൻസ്റ്റാഗ്രാമിലല്ലേ അരികയിലുണ്ട്. അരികെ ഞാൻ എന്റെ ആദ്യത്തെ ചോദ്യം ചോദിച്ചു. അരികയില്ലേ? അതിൽ ആപ്പിലും ഉണ്ട്. നീ നിനക്ക് ഞാനൊരു ചാൻസ് തന്നു. ആദ്യത്തെ പാളി, രണ്ടാമത്തെ ആൾക്ക് ഇൻട്രോ. ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ. നീ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറുന്നു. ഇത് ഇത്രയും മോശം ഇൻസ്റ്റാഗ്രാമിലുണ്ടെന്ന് എന്റെ പ്രൊഫൈലിൽ ഇന്നേ വരെ ആരെങ്കിലും വെക്കൂടാ. വേറെ എന്തൊക്കെ നിനക്ക് എന്നെ പറ്റി പറയാമായിരുന്നു? എനിക്ക് സത്യത്തിൽ ഞാൻ അപകർഷതാബോധം കൊണ്ട് ഇവന്റെ കൂട്ടുകാരൻ പറയുന്ന ആദ്യം, അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഇൻട്രോ പറയുമ്പോ അയാൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള ആളാണെന്ന്. നിന്നെ അക്ഷയ സെന്ററിൽ കൊണ്ടുവന്നേക്കുന്നതാണ്. എന്തൊരു ഒന്നും ഞങ്ങൾ ആവശ്യത്തില്ല. ഇവൻ ഏതാണ്ട് നമ്മളൊക്കെ കൂടെ ആധാർ പുതുക്കാൻ ഇവന്റെ അടുത്ത് വന്നതാണ് എന്റെ വിചാരം. എന്തായാലും ഇവിടെ 1/2 മണിക്കൂറായാലും ചർച്ച തുടങ്ങി. സാറാണല്ലോ പ്രൊമോഷന്റെ ബനിയനൊക്കെ അതുവരെ വന്ന അവൻ അപ്പം പറയും. നീ ഇട്ടവനോട് ചോദ്യം ചോദിക്കും. ശ്വാസം വിടാനൊരു സമയം. അല്ല ഞാൻ ഫസ്റ്റ് ചോദ്യം ധ്യാൻ ചേട്ടനും തുടങ്ങാൻ. ഇവിടുന്ന് തുടങ്ങും. എങ്ങനെയുണ്ടായിരുന്നു കുഞ്ഞായിട്ടുള്ള അല്ല എബിന് എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഇവരുടെ കൂടെയുള്ള വൈബ് പിടിച്ചിരിക്കാൻ? എബിൻ എന്താണ് പ്രാക്ടീസ് ചെയ്തത് ശരിക്കും? പ്രത്യേകിച്ച് പ്രാക്ടീസ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ഇതിപ്പോ തന്നെ കണ്ടില്ലേ ഷൂട്ടിന്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയാണ്. എനിക്ക് ഇവരുമായിട്ടാണ് അധികം കോമ്പോ ഇല്ല. എനിക്ക് ധ്യാൻ ചേട്ടനും ജീവ ചേട്ടനും ദിവ്യൻ ചേട്ടനും ഒക്കെ ആയിട്ടായിരുന്നു എനിക്ക് കോമ്പോ. ഇവര് വേറെ ഇല്ല വേണ്ട പറയട്ടെ. പറയണ ഞാൻ വിട്ടേക്കാണ്. അല്ല ധ്യാൻ ചേട്ടാ, നീണ്ട 986 ദിവസങ്ങൾക്ക് ശേഷമാണ് ധ്യാൻ ചേട്ടൻ എഴുതിയൊരു സിനിമ തിയേറ്ററിൽ. നീ എന്തൊരു റിസർച്ച് അല്ലേ എന്നെ കുറിച്ച്? 986 ഇന്റർവ്യൂ കൊടുത്തിട്ട് ഇപ്പോഴും ഇദ്ദേഹം മനസ്സിലാക്കാത്തൊരു കാര്യം, ഡിജിറ്റൽ എന്റെ ഒരു വാല്യൂ മനസ്സിലാക്കിയിട്ടില്ല. അത് ഫാൻസ്, ഇതൊക്കെ ഡിജിറ്റൽ ഫാൻസ് ആണ്. ഇവരൊന്നും പുറത്തിറങ്ങില്ല, സിനിമയ്ക്ക് പോവില്ല, ഇവിടെ ഇറങ്ങില്ല. ഡിജിറ്റൽ ഞാൻ പൈസ കൊടുത്ത് തന്നെ ധ്യാൻ ചേട്ടന്റെ പടം കാണാറ്. എന്റെ പടമൊന്നും നീ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് പാർട്ട്നേഴ്സ് OTT റിലീസ് ആയപ്പോ കണ്ട എല്ലാവരോടും ഞാൻ അടിപൊളി പടം എന്ന് പറഞ്ഞു. ഏതില്
OTT-ലല്ലേ? ഡിജിറ്റൽ ഫാൻസ് എനിക്ക് വേണ്ട. മറ്റുള്ളവരോട് നീ അങ്ങോട്ട് വിളിച്ചിട്ട് നല്ല പടമാണ് നല്ല പടമാണ്. നല്ല പടം theatre അല്ലാതെ അവര് കണ്ടു കഴിഞ്ഞു. അല്ല, കാണാൻ സജസ്റ്റ് ചെയ്തു. അത് നല്ല പടമായിരുന്നു. ഇവൻ എന്നെ വിളിച്ചു പറഞ്ഞു ചേട്ടൻ നല്ല പടം ഒന്ന് കണ്ടേക്കുന്നു. നീണ്ട 986 ദിവസങ്ങൾക്ക് ശേഷം ധ്യാൻ ശ്രീനിവാസൻ തിരക്കഥ എഴുതുന്ന പടമാണിത്. അതിനെ കുറിച്ച് നീ ചോദിക്കും. അപ്പൊ പ്രേക്ഷകർക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ. ധ്യാൻ ചേട്ടന്റെ എഴുത്തിന്. ധ്യാൻ ചേട്ടൻ അത്രയും ഫാൻ അല്ലെങ്കിലും ഞാനൊക്കെ ഭയങ്കര ഫാനാണ്. OTT-ൽ വരാനുള്ള എക്സൈറ്റ്മെന്റ്, പെട്ടെന്ന് തന്നെ വരണേ എന്നുള്ള എക്സൈറ്റ്മെന്റ്. ഡിജിറ്റൽ ഫാൻസ് അത് അവര് ഡിജിറ്റലിലേ ഉള്ളൂ, തിയേറ്ററിൽ പോകില്ല. എങ്ങനെയുണ്ട് ധ്യാൻ ചേട്ടാ അതിന്റെ ഒരു റൈറ്റിംഗ് പ്രോസസ്സും? ഇത് നമ്മുടെ ഒരു കൂട്ടുകാരന്റെ ജീവിതത്തിൽ നടന്ന ഇൻസിഡന്റാ. ഇത് പറഞ്ഞു മടുത്തു. പുതിയ എന്താ പറയാ, വേറെ പോലെ. വേറെ പോലെയോ? എടാ ഇത് കൂട്ടുകാരന്റെ ജീവിതത്തിൽ അപ്പൊ അതുകൊണ്ട് അവർ റൈറ്റിംഗ് പ്രോസസ്സിനെ കുറിച്ചാണ് ചോദിച്ചത്. അങ്ങനെ ഒരു പ്രോസസ്സ് ഇല്ലായിരുന്നു. ഓക്കെ, ആ പ്രോസസ്സ് ഇല്ലായിരുന്നു. കാരണം ഇത് മിക്കതും അവിടെ വന്നിട്ട് എഴുതി ഉണ്ടാക്കിയ ഡയലോഗുകളും ഞാൻ ഇവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്തും അപ്പപ്പോൾ ഇത് എഴുതി ഉണ്ടാക്കിയതൊക്കെയാ പലതും ഡയലോഗുകൾ. ബാക്കി സീൻ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഒരു കൂട്ടുകാരൻ്റെ ലൈഫിൽ നടന്ന കുറേ സംഭവങ്ങളായതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ ഒരു ആകത്തുക മൊത്തത്തിൽ അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഒരു എന്താ പറയണ്ടേ പ്രോസസ്സൊന്നും ഉണ്ടായിട്ടില്ല. ഒരു സീൻ ഓർഡർ ഉണ്ടാക്കി, മനസ്സിലുണ്ടായിരുന്ന ആ സംഭവം അതേപടി ഒരു സീനിൽ ഓർഡറിലാക്കി. പിന്നെ നമ്മൾ എഴുതിയതും ഇതൊക്കെ ഓൺ ലൊക്കേഷനൊക്കെയാണ് ഇതിൻ്റെ ഒരു നീ ചോദിച്ച റൈറ്റിംഗ് പ്രോസസ്സ്. രമേശ് ചേട്ടൻ എങ്ങനെ സിനിമയിലേക്ക്? എന്നെ ധ്യാൻ വിളിച്ചതാണ്. ഞാൻ വിളിച്ചതിലൊരു പോലീസുകാരൻ്റെ വേഷം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ധ്യാൻ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട് ഇതിന് മുമ്പ്. അങ്ങനെ ഒരു ചെറിയ പരിചയം വിളിച്ചു. വിളിച്ചത് അജുവേട്ടന്റെ 100ാമത്തെ പടത്തില് ഞങ്ങൾ ഇൻസ്റ്റാ ഫ്രണ്ട്സ് ആണ് ആക്ച്വലി. അല്ല, അജുവേട്ടനായിട്ട് പറഞ്ഞു. അജുവേട്ടന്റെ 100ാമത്തെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ആര്? രമേശ് ചേട്ടൻ. സച്ചിൻ. അത് നിന്റെ 100ാമത്തെ പടമായിരുന്നോ? അപ്പോ നമ്മളറിഞ്ഞില്ല കേട്ടോ നീ 100 പടമായത്. ഒരു നാരങ്ങ മിഠായെങ്കിലും അല്ലേ മേടിപ്പിച്ചേനെ അന്നത്തെ ദിവസം. നമ്മളൊന്ന് എത്ര എൻജോയ് ചെയ്തു. എവിടെ എൻജോയ് ചെയ്തു? ഇല്ലല്ലേ? എവിടെ? ഇത് ക്രിക്കറ്റ് കളിയായിരുന്നല്ലേ? വെയിലത്ത് ക്രിക്കറ്റ് കളിച്ച് തലയിറങ്ങി വീഴാൻ നല്ല ഭാഗ്യം. അപ്പൊ അവൾ പറഞ്ഞു വന്ന് അങ്ങനെ ഇവരെന്നെ വിളിച്ചു. അപ്പം നല്ലൊരു പോലീസിന്റെ വേഷമാണ്, ഫുൾ നൈറ്റ് ആണ് ഷൂട്ട് എന്നൊക്കെ പറഞ്ഞു. അത്യാവശ്യം ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റുന്നതുമായിട്ടായിരുന്നു. അങ്ങനെ പോയി ചെയ്തതാണ്. എനിക്ക് ഇവരുടെ ഒരു സൗഹൃദവും ഇവരുടെ ഒരു പ്രോസസ്സൊക്കെ നല്ല രസമുള്ള പരിപാടിയാണ്. ഈ ലൊക്കേഷൻ ഇരുന്നാണ് എഴുതുന്നതെന്ന് പറഞ്ഞാൽ അത് സംഭാഷണം മാത്രമാണ്. എന്നോടൊക്കെ ഫോണിൽ കൂടെ പറയുമ്പോൾ ഒരു ആദിമധ്യാന്തമുള്ള ഒരു കഥ തന്നെയാണ് പറഞ്ഞത്. ആ കഥയിലെ പോലീസുകാരൊക്കെ അത്യാവശ്യം പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ തന്നെ എത്തിയത്. ഇപ്പൊ നിങ്ങളോട് 3 പേരോടോ ധ്യാൻ ശ്രീനിവാസനെ പരിചയപ്പെട്ടതിന് ശേഷം ജീവിതത്തിൽ ഉണ്ടായ ഒരു പ്രധാന മാറ്റം എന്താ ചോദ്യം? എന്നെ നാണം കെടുത്താൻ റൂമിലെ ഫോട്ടോ ആയിട്ടിരിക്കുന്ന ആളാണോ? രാവിലെ എണീറ്റ് ഭയങ്കര ആരാധനയുണ്ട് കുട്ടിക്ക്. അതുണ്ടാവും, സ്വാഭാവികം. ഞാൻ അങ്ങനെയാണല്ലോ ഡീൽ ചെയ്യുന്നത്. നീ വിട്, നല്ല ചോദ്യങ്ങൾ ചോദിക്കും. നല്ല ചോദ്യം. എന്താ ചോദ്യം? നിന്റെ എന്താ നല്ല ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം ധ്യാനം പരിചയപ്പെട്ടതിന് ശേഷം എന്തെങ്കിലും ഉണ്ടടാ മാറ്റം? ഇവന് ഒരു മാറ്റവും ഇല്ല. അന്ന് അപ്പോഴത്തെ പോലെ തന്നെ ഇപ്പോഴും മാറ്റമൊന്നുമില്ല. ജീവിതം എങ്ങനെയൊക്കെ മാറി ധ്യാനം പരിചയപ്പെട്ടതിന് ശേഷം? കാരണം 2-3 വേറെ പ്രോജക്റ്റുകൾ ഞങ്ങൾ ഒരുമിച്ച് എന്നെ കണ്ടതിന് ശേഷം നിന്റെ ജീവിതം മാറിയിട്ടില്ലല്ലോ? മാറിയിട്ടില്ല. പ്രശ്നമൊന്നും ഉണ്ടായില്ല. എനിക്കുണ്ടായി കുറെ ഗുണങ്ങളുണ്ട്. പ്രൊഡ്യൂസറായി, ഡിസ്ട്രിബ്യൂട്ടറായി, ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ചോയ്സ് മാറ്റാന്ന് വെച്ചു, കുറച്ച് ചൂസ് ചെയ്യാവാന്ന് വെച്ചു. അത് തെറ്റാന്ന് വീണ്ടും എന്നെ തെളിയിച്ചു. ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ പാതയിൽ പോകാമെന്ന് ആഗ്രഹിച്ചു. സമരം വരുന്നെന്ന് പറഞ്ഞു. രമേശ് ചേട്ടൻ ധ്യാനെ പരിചയപ്പെട്ടതിന് ശേഷം ജീവിതത്തിലുണ്ട് ഒന്ന് പറയട്ടെ എന്റെ ധ്യാൻ ചേട്ടാ പ്ലീസ്. ഞാൻ ചെറുപ്പം തൊട്ട് വളരെ അലസനും മദ്യത്തിനും മയക്കുമരുന്നിനായിട്ട് അപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തിനെ പരിചയപ്പെട്ടത്. വാ, എന്റെ ജീവിതം ആകെ മാറി. ഇപ്പോൾ നോക്കൂ, എന്റെ കീഴിൽ എത്രയോ ജോലിക്കാർ, മാസം ലക്ഷക്കണക്കിന് വരുമാനം. മാത്രം ഒരു മുട്ടുവേദന, അത് പമ്പ കടന്നു. സീരിയസ് ആയിട്ട് മോട്ടിവേഷൻ മ്യൂസിക് വെച്ച് ഞാൻ എന്നെ പരിചയപ്പെട്ടിട്ട് എന്റെ ജീവിതത്തിലുണ്ട്. ഇവനാരാ, സ്വാമി വിവേകാനന്ദനോ? ഇവനെ പരിചയപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞതല്ലേ, ആരാധനയില്ല, ശത്രുതയാ. എന്നോട് എന്തെങ്കിലും
അയാളെ പറ്റി നല്ലത് പറഞ്ഞാൽ ഒരു 10 ദിവസം അടുപ്പിച്ച് ഇവൻ മൂത്ത ചക്കര 10 ദിവസം ഇവൻ എന്ന് പറയും. എന്നാലും ജീവിതത്തിൽ ഒന്നര പുറത്തിൽ കവി അത് ഉപന്യസിക്കുക. അവന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുക. അവനെ നാറ്റിക്കുന്ന രീതിയിൽ എന്നെ നാറ്റിക്കരുത്. രമേശ് എന്റെ ജീവിതം എടാ മണ്ട, മിണ്ടാതിരുന്നോ നീ മിണ്ടാതിരുന്നോ? നീ കാരണം ഇതൊക്കെ ഞാൻ കേൾക്കേണ്ടി വരുന്നോ? നീ മിണ്ടാതിരുന്നോ? അല്ല എന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മാറ്റം ഉണ്ടായി. ഇവർ ഇതുപോലെ പരിചയപ്പെട്ടതിന് ശേഷം നീ അത് പറയടാ, നീ അത് പറ. ഞാൻ ഒരിക്കലും ധ്യാൻ ചേട്ടന് ഇന്റർവ്യൂ എടുക്കാൻ പോയതാ. ആ ഇന്റർവ്യൂല് ഇൻട്രോ കണ്ടിട്ട് കൊറേ പേര് പറഞ്ഞു നീ ആ ധ്യാൻ ചേട്ടന് ധ്യാൻ ശ്രീനിവാസന് ഇന്റർവ്യൂ എടുത്ത ആളല്ലേ എന്ന് പറഞ്ഞ ഫസ്റ്റ് റെക്കഗ്നൈസേഷൻ. വീണ്ടും ഒരു ഇന്റർവ്യൂ എടുത്തു. അതിന്റെ ഇൻട്രോയ്ക്കും ഈ പറഞ്ഞ റെക്കഗ്നൈസേഷൻ ഉണ്ടായി. പിന്നീട് ഈ പറഞ്ഞ പോലെ ഇൻട്രോ ഒരു ശീലമാക്കി അങ്ങനെ പാളി. അതെവിടെയാ? ഇല്ല അതിപ്പോ അങ്ങനെ ഞാൻ ഇന്റർവ്യൂ അവനൊക്കെ അതത് സമയത്ത് കൃത്യമായ പ്രചോദനം നൽകിയിട്ടുണ്ടല്ലേ? അവനെ മോട്ടിവേറ്റ് ചെയ്തു. ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു, അവനെ പറഞ്ഞ് നന്നാക്കി. നീ നിന്റെ ജീവിതത്തിലെ മാറ്റം ചോദിച്ചാ പോരെ? എന്റെ അച്ഛനോട് പോയിട്ട് നീ ഇതേ ചോദ്യം ചോദിക്കുവോ? അല്ലെന്നേ, ഇവന്റെ ഇൻട്രോ തെറ്റിയത് പാളി. അങ്ങനെ നിന്നിലൂടെയാണ് അവനൊരു ജീവിതം ഒരു അവതാരകനായി മാറിയത്. അവൻ പറഞ്ഞാ പോരെ നിങ്ങളോട്? അതുകൊണ്ടല്ല, നിന്റെ ഇപ്പൊ തെറ്റിയപ്പോ അവനും തെറ്റിയിരുന്നു. അവൻ എം ടി വാസുദേവൻ നായർ സാറ് ഇന്റർവ്യൂ എടുക്കാൻ പോയിട്ട് തെറ്റിച്ചെങ്കിലും ഞാനേ ചോദിക്കാം. അപ്പൊ അങ്ങനെ അവനൊരു ജീവിതം ഉണ്ടായതിനെ കുറിച്ചാണ് അവൻ പറയുന്നത്. അവൻ പറഞ്ഞോട്ടെ, പക്ഷെ ഇത് നിങ്ങളോടൊന്നും ചോദിക്കാന്ന് പറഞ്ഞ അവന് അത് ആരാധനയല്ല ശത്രുതയാണ്. നിനക്ക് എന്നോട് നിന്റെ ജീവിതം മാറി. ഓക്കെ, അതിന് സ്നേഹം ഉണ്ടല്ലോ. അതാണ് ഫാൻ ബോയ് എന്ന് പറഞ്ഞത്. അതെ അതെ. അങ്ങനെ നീ ഇങ്ങനെ ഒരു ചോദ്യം ഇവിടെ ചോദിച്ചിട്ട് എന്നെ എന്തിനാ നാറ്റിക്കാൻ? ഇവനത് സ്വാമി വിവേകാനന്ദന് വന്നത് എന്നെ സ്വാധീനിക്കാനേ. ശരി, അത് വിട. നീ വേറെ എന്തായാലും ചോദിക്കണ്ടോ? അല്ല ഇപ്പൊ ഞാൻ എപ്പോഴും ഈ പറഞ്ഞ രമേശ് ചേട്ടന്റെ ഭയങ്കര ഞാൻ കുറെ നാളായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ്. പുള്ളി അത് അതെല്ലാ അവതാരകരോടും ചോദിച്ചറിയാം. അവർക്കൊരു രമേശ് പിഷാരടിന് ഒരു റെസ്പെക്റ്റും. നിനക്ക് ഇപ്പോഴല്ലേ ഓർമ്മ വന്ന പുള്ളി അവതാരകനായിരുന്നു? സത്യം പറ, ഇപ്പൊ ഓർമ്മ വന്നതേ ഉള്ളൂ. കണ്ടിട്ട് കൊറേ ആയില്ലേ? ആ സിദ്ദിഖ് സാറിന്റെ എപ്പിസോഡ് ഞാൻ ഇരുന്ന് കണ്ടിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഞാൻ വേറെ പരിപാടി ചെയ്യുന്നതിനെ പറ്റിയാ പറഞ്ഞത്. അല്ലല്ല അതൊക്കെ ഇവന്റെ സ്വാധീനം കൊണ്ടാണ്. നീ എവിടെ പോയി പറയാൻ മതി. ഞാൻ കുറെ പഠിച്ച് പഠനം നടത്തി സിനിമയെ കുറിച്ച് ചെയ്യുന്നത്. നമുക്ക് ആപ്പ് കേസിനെ കുറിച്ച് ചോദിക്കും. അല്ല, ഇപ്പം പുതിയ ഐറ്റം വന്നിരിക്കുന്നത്. അവന്റെ ബനിയൻ എങ്ങനെ? അല്ല, ഞാൻ ആദ്യം വന്നപ്പോ തന്നെ ഹൈ കാണിച്ച് പരിചയപ്പെട്ടു. രമേശ് എനിക്കൊരു ഡൗട്ട് ഒക്കെയാണ്. ഈ രമേശ് ചേട്ടൻ ഈ നമ്മുടെ ജയറാമേട്ടനോട് പടം ചെയ്യുമ്പോ പഞ്ചവട്ടത്തെ ചെവിയിലൊരു പ്രോസ്തെറ്റിക്കിന്റെ മേക്കപ്പ് ഉണ്ട്. അപ്പൊ തത്ത ഇരിക്കുമ്പോ പ്രോസ്തെറ്റിക് പോവും. ശരിക്കും പറയും ഇങ്ങനത്തെ മൂവ്മെന്റ് ഒക്കെ ആസ് എ ഡയറക്ടർ ശരിക്കും എങ്ങനെയാ ടാക്കിൾ ചെയ്യണം? എനിക്ക് ജീവികളുമായിട്ട് നല്ല ബന്ധമാണ്. പൊതുവെ എനിക്ക് ജീവികളെ പരിധിയിലാക്കാൻ അറിയാം. അപ്പൊ ചെവി രാവിലെ ക്ലോസപ്പുകളെല്ലാം എടുക്കണം. ഉച്ച കഴിയുമ്പോഴത്തേക്ക് അത് ഉരുകി പോകും. അല്ലെങ്കിൽ അത് ഷോർട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ക്ലോസുകളെല്ലാം എടുക്കും, പിന്നെ ഇതെടുക്കും. ഇതിനകത്ത് തന്നെ ചെവിയിൽ പരമാവധി കടിക്കാതിരിക്കാൻ ഒന്നിക്ക് ചെവിയിൽ എന്തെങ്കിലും നമ്മൾ തത്തയ്ക്ക് ഇഷ്ടമല്ലാത്ത മണം തേച്ച് വെക്കും. ചെവിയിൽ ഇക്ലി ആക്കുന്ന പോലെ ആക്കാൻ കപ്പളങ്ങ മുറിച്ചിട്ട് ചെവിയുടെ പുറകിൽ ഒട്ടിച്ച് വെച്ചിട്ട് അവിടെ ഇരുത്തും. അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പല പണികൾ ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. അതെ, അതില് കുതിര ആനയൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ല ശരിക്കും പറഞ്ഞു ഇപ്പൊ ഈ ചില കാര്യങ്ങളും ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ പുറത്തിരുന്ന് ഇപ്പൊ രമേശ് ഇങ്ങനെ ഫോണിൽ നോക്കുന്നുണ്ട്. കമന്റ്സുകൾ എടുത്തപ്പോ ലേറ്റസ്റ്റ് കമന്റ്സുകളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ശരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ ഭാഗ്യത്തിന് ഞാനത് നോക്കിക്കൊണ്ടിരുന്നത്. നീ വേറെ വല്ലതും കണ്ടിരുന്നെങ്കിലോ? അല്ല, ജസ്റ്റ് കണ്ടപ്പോ ലേറ്റസ്റ്റ് കമന്റ്. അപ്പൊ ഞാൻ വല്ല BBC ന്യൂസോ ചാനലൊക്കെ കാണുന്ന എങ്ങനെ കണക്ട് ചെയ്തേ പറ. അല്ല, കണക്ട് ചെയ്ത കമന്റ് നല്ല രസമാണ്. കമന്റ് ചില ആളുകൾ ചില കാര്യത്തിന് ഒറ്റ വരി 2 വരിയിൽ ഇടുന്ന കമന്റുകള് നല്ല ഹ്യൂമർ സെൻസ് ആണ്. എന്ത് രസമെന്ന് അറിയാമോ ഇവര്? ഈ ചീത്തവിളി വിദ്വേഷമൊക്കെ മാറ്റി വെച്ചേക്ക്. വേറെ ഹ്യൂമർ പറയാൻ വേണ്ടി തന്നെ വരുന്ന കുറെ എണ്ണന്മാരുണ്ട്. നിരന്തരം വായി തോന്നിയത് പറഞ്ഞിടുന്നത് ഭയങ്കര സർക്കാസമാണ്. അത് വായിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഇൻഫ്ലുവൻസ് ചെയ്തു ഇങ്ങനത്തെ കുറെ നല്ല കാര്യങ്ങളൊക്കെ. ഇതാണോ നല്ല കാര്യം? കമന്റ്സ് വായിക്കുന്നത് വാലിഡേഷൻസ്
വാലിഡേഷൻസ് എടുക്കാന്നൊക്കെ പറയില്ലേ, നല്ല കമന്റ്സ് വരുമ്പോഴത്തേക്ക്? ഞാൻ കുറവാ വായിക്കുന്നതൊക്കെ. ഇൻസ്റ്റാഗ്രാമില്ല. നല്ല കമന്റ്സ് ഏതാ എന്നെ പറ്റി നല്ലത്? ഉണ്ട് ഇല്ലാന്നല്ല ഞാൻ പറയണേ. യൂട്യൂബിൽ വരുന്ന സമയത്ത് ഞാൻ ഇൻസ്റ്റയും ഫേസ്ബുക്ക് ഒന്നും ഇല്ലാത്തോണ്ട് യൂസ് ചെയ്യാത്തോണ്ടും യൂട്യൂബിൽ എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ വരുമ്പോ അതിന്റെയൊക്കെ കമന്റ്സ് വായിക്കും, അത്രേ ഉള്ളൂ. അതിട്ടോ വായിക്കാറുണ്ടോ? ഫേസ്ബുക്ക് ഫുള്ളും ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിട്ടിട്ട് കമന്റ്സ് ഇപ്പൊ രമേശ് ചേട്ടൻ പറഞ്ഞാൽ നല്ല കമന്റ്സ് ഉണ്ടാവും, അതെടുത്ത് ക്യാപ്ഷൻ ആക്കും. എനിക്ക് പണിയെടുക്കാൻ ഇഷ്ടമാണ്. ബിഫോർ വി കൺക്ലൂഡ്, ഇതൊരു ചെറിയൊരു സെഗ്മെന്റ് ആണ്. ഇതിനകത്തുനിന്ന് ഓരോരുത്തരും ഓരോ സംഭവം എടുക്കാം, എന്നിട്ട് അതിനകത്തുള്ള കണ്ടന്റ് വെച്ചിട്ട് നിങ്ങളൊരു കഥ പറയാം. ദാറ്റ്സ് ഓൾ. അല്ല അത് ഞാൻ എഴുതിയതാ. ഓരോരുത്തരായിട്ട് വായിച്ചോ. എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ജീവിതത്തിലെ എന്തൊരു ചങ്ങാതി കാട്ടിലകപ്പെട്ടു. ഇവനെ ഞാൻ വായിക്കാം. ഒറ്റ ചങ്ങാതി കാട്ടിനകപ്പെട്ടു പോയി, അവനെ രക്ഷിക്കാൻ തിരഞ്ഞെടുക്കാൻ ഒരാളെ വിളിക്കണം. കഥ പറയാം. നിന്റെ കൂട്ടുകാരൻ കാട്ടിപ്പെട്ടു, ഞങ്ങളിൽ ആരെ വിടും അവനെ രക്ഷിക്കാൻ? എന്തുകൊണ്ടാണ്? കഥ പറയുക. എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കുക. അപ്പൊ ഞാൻ പോയി രക്ഷിക്കണ്ട, വേറൊരാളെ നിന്റെ ഒറ്റ ചങ്ങാതി ഇവൻ കാട്ടിപ്പെട്ടു, ഞങ്ങൾ മൂന്നിൽ ആരെ വിടും? എന്താണ് കാരണം? എന്നെ വിടണ്ട. അകപ്പെട്ടു പോയെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മള് പുള്ളിയെ വിട്ടിട്ട് കാര്യമില്ല. അപ്പോ അവൻ പോത്തുമില്ല. കാരണം പിന്നെ രണ്ടുപേര് അകപ്പെട്ടെന്ന് രണ്ടുപേരും രക്ഷിക്കാൻ 4 പേര് വിടേണ്ടി വരും. ഇതിപ്പോ ഒരാളെ രക്ഷിക്കാൻ ഒരാൾ പോവാണെങ്കിൽ ഇത് ഇയാളും കൂടെ പോയാൽ ഇയാളും കൂടെ മിസ്സിങ് ആവും, കാട്ടിൽ ഉറപ്പായിട്ട് പെട്ടുപോകും. അപ്പൊ ഞാൻ ഈ കൂട്ടത്തില് ഇത് പിന്നെ വരുവോ കാട്ടിലോട്ടൊക്കെ രക്ഷിക്കാൻ പോവോ? ഇതേപോലെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ആ നമ്പറൊക്കെ ഇറക്കിക്കളയും. തന്നെ അതുകൊണ്ട് നമുക്ക് നമ്പാൻ പറ്റൂല. അപ്പൊ അവിടെ വരെ പോകുന്നവനൊക്കെ നമ്മൾ വിചാരിക്കും ഇവൻ, കാരണം ഇവനൊരു സാധനം കണ്ടില്ല, ഐറ്റം ഇല്ലേ ഇത് ഊരിയിട്ട് ഇവനൊരു ഈ ബെയർ ബോഡി ആയിട്ട് പോയാൽ തന്നെ ഇവൻ അങ്ങ് ആ ഏരിയയിലോട്ട്, കാരണം ഇവന് ഭയങ്കര അജിലിറ്റി ഉണ്ട്. ആ രീതിയിൽ ഇവന്റെ പ്രായം ഇതൊക്കെ കൊണ്ടിട്ട് സ്വാഭാവികമായിട്ടും ഇവന് പകപ്പെട്ട ആളെ രക്ഷിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ കൂട്ടത്തിൽ കാർ റേസിംഗ് പാഷനായി വലിയ വലിയ കിരീടങ്ങൾ നേടാൻ സാധ്യത ഉള്ളത് ആരാണ് അതിനുള്ള സാധ്യത ഉള്ളത് എന്നുള്ളത്? കാർ റേസിംഗിന് സാധ്യത ഉള്ളത് ധ്യാൻ ശ്രീനിവാസനാണ്. അവനാണ് അതിൽ വലിയ വലിയ കിരീടങ്ങൾ നേടാൻ സാധ്യത ഉള്ളത്. അജിത് കുമാർ റേസിംഗ് അത്രേ ഉള്ളൂ. കഴിഞ്ഞു സാറേ, ഞങ്ങളുടെ ഐറ്റം കഴിഞ്ഞു സാറേ. സമ്മർദ്ദ ഘട്ടത്തിലും വിളിച്ച് സഹായം ചോദിക്കാൻ സാധ്യതയുള്ളത് ആരെ? ഈ കൂട്ടത്തിലാണോ? ഈ കൂട്ടത്തിൽ സാധാരണ ഇവനോട് കടം ചോദിക്കും. അതാണല്ലോ സമ്മർദ്ദ ഘട്ടം. അത് ഭയങ്കര സമ്മർദ്ദ ഘട്ടം. അത് ഒരാളോട് കടം പറഞ്ഞാൽ നിൽക്കൂല. ഇൻഡസ്ട്രി ഫണ്ടഡ് സിനിമയുടെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, ഫാന്റാസ്റ്റിക് ഉണ്ടല്ലോ. ഉണ്ട്. കഥയൊന്ന് വായിക്കട്ടെ, ഇവന് ഏതാണ്ട് കിട്ടിയിട്ടുണ്ട്. സിനിമയല്ലാതെ ഈ കൂട്ടത്തിൽ ഒരാൾക്കൊരു നല്ല കറിയും അതുണ്ടാക്കാൻ നേട്ടങ്ങളും. ഇതെന്താ അത് ചെറുതായിട്ടൊന്ന് ഇത് പോയതാ, പേരൊന്ന് വർക്കായില്ല. അപ്പൊ അവിടെ ഒരു അറ്റംപ്റ്റ് നടന്നിട്ടില്ല എഴുതാനുള്ള. ഞാൻ കണ്ട് സാധ്യതയുള്ള നേട്ടങ്ങളും സിനിമയിലല്ലാതെ ഈ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു നല്ല കരിയറും അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള നേട്ടങ്ങളും പറ. കാരണം ഓരോ നേട്ടങ്ങളുള്ള ആളാണല്ലോ. എന്നെ കരിയർ എന്താ സിനിമയിലല്ലാതെ? അവിടെ കഥ ഒരു എന്താ പറയാ, പ്രാസംഗികനായിട്ട് അത് സിനിമയിലല്ലോ, അതല്ലാതെ സിനിമയിലല്ലാതെ സിനിമയിലല്ലോ. വേറെ ഒരു ഓപ്ഷൻ കൂടെ തരൂ.
ഉണ്ടാക്കാൻ സാധ്യത നേട്ടം. ഇവരെല്ലാം എനിക്ക് ഉള്ള കാര്യം തന്നെ കോമഡി പോലെ പറയുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവില്ല. കരിയറും അവിടെ ഉണ്ടാകുന്ന ഇത് സത്യത്തിലുണ്ടല്ലോ, ഇവൻ ഏതോ വനിതാ അവതാരകരൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഭയങ്കര ക്യൂട്ട്നെസ് വാരി വിതറാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നൊരു റൗണ്ടാണ് ഇത്. പൊട്ടിപ്പൊളിഞ്ഞതായിട്ട് പ്രഖ്യാപിച്ചു. ഈ 3-4 ചോദ്യവും കരിയറും പുലി പിടിക്കാൻ പോകുന്നു, കാറിന്റെ റേസിങ്ങിന് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താടാ നീ വീണ്ടും എന്നെ എന്നൊക്കെ ഇവൻ നോക്കുമ്പോ ചില പെമ്പിള്ളേർ അങ്ങനെ ചോദിച്ചിട്ട് ക്യൂട്ട് എക്സ്പ്രഷൻ ഒക്കെ അതാണ് പറ്റിയിരിക്കുന്നത്. ഇത് രാമകുട്ടി, ഇത് നീ തിരിച്ച് സ്വീകരിക്കണം. ഞങ്ങളുടെ വിളിച്ചെന്നാ ഞാൻ വീട്ടിൽ നിന്റെ കൊണ്ടുപോകണം. ഇവിടെ നന്നായിരുന്നടാ. ഈ ഒരു റൗണ്ട് ഞങ്ങൾ ഒരുപാട് അല്ല എന്നാലും അവൻ എന്താ പറഞ്ഞെന്ന് ചോദിക്കട്ടെ ഇവൻ. കരിയർ അല്ല കരിയർ പുള്ളി എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന്. പിന്നെ തീർച്ചയായും പേടിക്കണ്ട, നേട്ടങ്ങൾ കൈവരിക്കാൻ കൈവരിക്കും. രക്ഷപ്പെടുവോ ധ്യാൻ ചേട്ടൻ അങ്ങനെ ഒരു കരിയർ ഒന്നും എങ്ങനെയായിരിക്കും? ഓ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ അതുക്കും മേലെ. പൊതുവെ റിലീസ് ദിവസമൊക്കെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ചെയ്ത കാര്യത്തിനെ കുറിച്ച് ടെൻഷനൊക്കെ ഉണ്ടാവാറുണ്ടോ? എങ്ങനെയാ ഈ സിനിമ ഒക്കെ വരുമ്പോഴത്തേക്കും സിനിമ ടെൻഷൻ ഉണ്ടാവും. എന്തായാലും അതിന്റെ റിസൾട്ട് എന്താവും അറിയാനുള്ള ഒരു ടെൻഷൻ സിനിമ പ്രവർത്തിച്ച എല്ലാവർക്കും ഉണ്ടാവും. അത് മാറ്റിയെടുക്കാൻ പറ്റില്ല. വളരെ എക്സ്പീരിയൻസ് ആയ ആളുകൾക്ക് ഇതൊക്കെ എന്താവും എന്നുള്ള ബോധ്യം ഉണ്ടാവും. അവര് ടെൻഷൻ ഇല്ലാതെ കാണും. ബാക്കിയുള്ള അല്ല, ഞാൻ പലരും കണ്ടിട്ടുണ്ട്. ഒരു ടെൻഷൻ ഇത് കൈവിട്ട് പോകുന്നു, സിനിമ തുടങ്ങി കുറച്ച് ദിവസം ആകുമ്പോൾ തന്നെ ബോധ്യം വരുന്ന നടന്മാരുണ്ട്. അവർക്ക് ടെൻഷൻ നമ്മൾ വളരെ എക്സ്പെക്ട് ചെയ്തിട്ട് കിട്ടാതാകുമ്പോഴൊക്കെ സങ്കടം വരും, ടെൻഷൻ ഉണ്ടാവും. എടാ ഞാൻ പലതും അറിയാറ് റിലീസ് കഴിഞ്ഞിട്ട് എന്നെ റിലീസായിരുന്നു. അവിടെ തലേ ദിവസം ടെൻഷൻ ഒന്നും ഉണ്ടാവാറില്ല. ബേസിലെ പുതിയ ലുക്ക് ഉണ്ടായിരുന്നു, മരണമാസിന്റെ ഒക്കെ ഫസ്റ്റ് ലുക്ക്. ഇല്ല ധ്യാൻ ചേട്ടൻ അതുപോലത്തെ മേക്ക് ഓവർ ഒക്കെ ഉണ്ടാവും എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ എന്നെ മതി അപമാനിച്ചത്. നീ ആ ഫോട്ടോ ഒന്ന് കാണിച്ച് ഏതാണെന്ന് കണ്ടേ? ലുലുമാനെ ഒന്ന് കാണിച്ച്. ഈ പോസ്റ്റർ ഞാൻ കണ്ടായിരുന്നു. ഇത് ബേസിൽ നീ പറഞ്ഞപ്പോഴാ മനസ്സിലായേ. നന്നായിട്ട് കേട്ടോ. അല്ലേ, അവനെ ഒറ്റയ്ക്ക് മനസ്സിലാവണ പോലുമില്ല. നല്ല ആറ്റിറ്റ്യൂഡ്. മറ്റേ സ്കിബിഡി വേറെ മുഖമല്ലേ? അതുപോലൊക്കെ ഒരു മേക്ക് ഓവർ ഒക്കെ ഉണ്ടാവോ ധ്യാൻ ചേട്ടന് ആരാധകർ പ്രതീക്ഷിക്കുന്നു? ഡിജിറ്റൽ ഫാൻസ് ചെയ്യുന്നുണ്ട്. ഒരു ഒളിമ്പിക്സ് ഫിലിം വരുന്നുണ്ട്. അതിനകത്ത് ഒരു 3-4 ഇനങ്ങളിൽ പോകുന്ന ഒരു ഇംഗ്ലീഷുകാരൻ അത്ലറ്റിന്റെ വേഷം ഇവന് കിട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടി ഇവൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടും കൂടെ ചെയ്യുന്നത്. അങ്ങനെ കുറെ സാധനങ്ങൾ അതിനകത്ത് ഇംഗ്ലീഷാണ്. അതിനകത്ത് നീന്തലും ചക്ര കേരള, അതിൽ ചില ജിംനാസ്റ്റിക്കിന്റെ ചില ഇനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പഠിക്കാൻ പോകുന്നു എന്നൊക്കെ പറയില്ല എന്ന് പറഞ്ഞാൽ പരിശീലനം നടത്തുന്നുണ്ട് മേക്ക് ഓവറിന് വേണ്ടിയിട്ട്. ഓക്കെ ആണോ? അയ്യോ, അതിന് വിട്ട് പറക്കുന്നത് ഒളിമ്പിക്സ് അല്ലേ, എല്ലാ രാജ്യങ്ങളിൽ നിന്നും വരും കേട്ടോ. ഒരുപാട് വരും. അത് ഫെബ്രുവരി ചോദിക്കേ ഫെബ്രുവരി 28-ന് ആപ് കൈസെ ഹോ തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ധ്യാൻ ശ്രീനിവാസൻ ആസ് എ റൈറ്റർ ഒരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എന്നുള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരാധകൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെ വലിയ വിജയങ്ങളോടെ വീണ്ടും ഞങ്ങളെ രസിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ രമേശ് ചേട്ടാ വീണ്ടും ഒരുപാട് വർഷമായിട്ട് എന്റർടൈൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളെ. അപ്പോൾ വീണ്ടും ആശംസിക്കുന്നു. അജേട്ടാ 28-ന് 2 റിലീസുകൾ ഉണ്ടല്ലേ? ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. യുവമാർക്കൊക്കെ ഒരു ദിവസം എത്ര റിലീസ് സിനിമയല്ല, ഇവന് 2 സിനിമയാണ്. അതുണ്ടല്ലേ ക്യാമിയോ സെക്കൻഡ് ഹാഫിൽ വന്ന്. ക്യാമിയോ അല്ല, കുറച്ചുണ്ട്. അബിൻ തുടരുന്നുണ്ടല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പക്ഷെ ആദ്യമായിട്ടാണ് തരുൺ സാറിന്റെ കൂടെ ലാലേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഭയങ്കര എക്സൈറ്റഡ്, ഒരു ഫാൻ ബോയ് ആയിരുന്നു. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു ഫോർ ദ ടൈമിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.
വേവ് കൂട്ടി വേവ് കൂട്ടിയെടുക്കാൻ ഇതൊന്നും ചോറ് കപ്പയാണ്. തുടങ്ങാം. ഈ വേവിൽ അങ്ങ് തുടങ്ങി അതുപോലെ പൊക്കോളും, സാധനം അങ്ങ് പൊക്കോളും.